സുഷമ സ്വരാജിനും പിന്നീട് ഡൽഹി ഭരിച്ച ഷീല ദീക്ഷിത്തിനും പിന്നാലെ ഇതാ വർഷങ്ങൾക്ക് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി ഡൽഹിയിൽ എത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അതിന് ചുക്കാൻ പിടിച്ചത് അരവിന്ദ് കെജ്രിവാൾ തന്നെയാണ്. നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ സുനിത കെജ്രിവാളിന്റെ പേരുകൾ ആ ഘട്ടത്തിൽ ഉയർന്നു കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അതൊരു രാഷ്ട്രീയ വിമർശനത്തിലേക്കടക്കം ആ കാര്യങ്ങൾ എത്തിക്കും എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. അതുതന്നെയാണ് പ്രധാന കാരണം അവരുടെ പേര് പിന്തള്ളപ്പെടാനെന്നും പറയുന്നു. ഒരു കുടുംബവാഴ്ച എന്ന തരത്തിൽ മറ്റ് പ്രതിപക്ഷ പാർട്ടികളടക്കം അത്തരത്തിലേക്കുള്ള ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവരാൻ സാധ്യതയുണ്ട്. ഒപ്പം തന്നെ സുനിത കെജ്രിവാൾ അതുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്താൻ അവർ വലിയ താല്പര്യം കാണിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതേസമയം അരവിന്ദ് കെജ്രിവാൾ ജയിലിലുണ്ടായിരുന്ന സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഗുജറാത്തിലേക്ക് അടക്കം നേരിട്ടെത്തി പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത് ഈ സുനിത കെജ്രിവാൾ ആയിരുന്നു. പക്ഷേ അതേസമയം ഈ മന്ത്രിതല കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നതും ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഔദ്യോഗിക പദവികൾ വളരെ കൃത്യമായി ഉപയോഗിക്കുകയും പാർട്ടിയെ ഒറ്റക്കെട്ടായി നിന്ന് മുന്നോട്ട് നയിച്ചതും ഒക്കെ തന്നെ അതിഷിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഒടുവിൽ അതിഷിയുടെ പേരിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ശരി, വിജയകുമാർ തുടരുന്നുണ്ട്. വിജയകുമാർ, ആദ്യം ഒരു ചെറിയ പീരീഡ് കാലത്തേക്കാണെങ്കിലും സുഷമ സ്വരാജ് 98-ൽ, പിന്നീട് ഷീല ദീക്ഷിത്, ഈ കേജ്രിവാളിനെ പോലെ തന്നെ തുടരൻ ഭരണ തുടർച്ച ഉറപ്പാക്കിയ അത്രയും സ്വീകാര്യയായ മുഖ്യമന്ത്രി. പക്ഷേ പിന്നീട് ഈ ഷീല ദീക്ഷിതിനെ തന്നെ നേരിട്ട് പോയി അവരുടെ മണ്ഡലത്തിൽ മത്സരിച്ച് തോൽപ്പിച്ച് അട്ടിമറി വിജയത്തിലൂടെ ഈ കെജ്രിവാൾ എന്ന് പറയുന്ന പുതിയ താരോദയം ഇതെല്ലാം ഡൽഹി കണ്ടതാണ്. അവിടെയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷം ഒരു വനിതാ മുഖ്യമന്ത്രി എന്ന തീരുമാനത്തിലേക്ക് ആപ്പ് എത്തുന്നത്. അത് എത്രമാത്രം പ്രാധാന്യമുള്ളതാണ്? എന്ത് രാഷ്ട്രീയ സന്ദേശം നൽകുന്നു? സുനിതയല്ല രാഷ്ട്രീയത്തിലുള്ളത്, അതിഷിയാണ് എന്നുകൂടി കെജ്രിവാൾ ഉറപ്പിച്ച് പറയുക വഴി. വേണു, 2-3 കാര്യങ്ങളാണ്. ഒന്ന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കെജ്രിവാളിന്റെ ജയിൽവാസത്തിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ച് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ചിട്ടും അവിടെ 6 ലോക്സഭാ സീറ്റിലും BJP സാമാന്യം ഭേദപ്പെട്ട ഭൂരിപക്ഷത്തിൽ തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ഒരു 2-3 സീറ്റുകൾ അവിടെ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് സഖ്യം നേടുമെന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പക്ഷേ കോൺഗ്രസുമായി സഖ്യം ഉണ്ടായിട്ടും ആ സഖ്യം താഴെത്തട്ടിൽ വർക്ക് ചെയ്തില്ല. അപ്പോൾ അങ്ങനെ ഇനി കോൺഗ്രസുമായി ഒരു സഖ്യം ഉണ്ടാക്കി നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും അപ്പോൾ അത് വലിയ തോതിൽ പ്രയോജനപ്പെടില്ല എന്ന് കെജ്രിവാളിന് അറിയാം. ഈ നഷ്ടപ്പെട്ട അല്ലെങ്കിൽ തിരിച്ചുപോയ സ്ത്രീ വോട്ടർമാരെ തിരികെ കൊണ്ടുവരിക, ഡൽഹിയിലെ മിഡിൽ ക്ലാസ് ആണ് എപ്പോഴും കെജ്രിവാളിന്റെ കരുത്തും ബലവും ഒക്കെ. അപ്പോൾ ആ നഷ്ടപ്പെട്ടിട്ടുള്ള അഴിമതി ആരോപണങ്ങളുടെയൊക്കെ നിഴലിൽ നിൽക്കുന്ന പശ്ചാത്തലത്തിൽ നഷ്ടപ്പെട്ടു പോയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടപ്പെട്ടു പോയ ആ മിഡിൽ ക്ലാസിനെ തിരികെ കൊണ്ടുവരിക, അതിലെ വനിതാ വോട്ടർമാരെ തിരികെ കൊണ്ടുവരിക, ജനക്ഷേമ പദ്ധതികൾ നടപ്പാക്കുന്നതിലൂടെ അവരുടെ വോട്ട് തിരികെ വരിക, അവരുടെ പിന്തുണ ആർജിക്കുക, അതിന് അതിഷി എന്ന ഒരു നേതാവിനെ മുന്നിൽ നിർത്തുക എന്ന തീരുമാനം അരവിന്ദ് കെജ്രിവാൾ എടുത്തിട്ടുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ നീക്കം തന്നെയാണ്, തർക്കമില്ല. മറ്റൊന്ന്, സുനിത കെജ്രിവാളിനെ കൊണ്ടുവന്നാൽ BJP കോൺഗ്രസിനെതിരെ ഉയർത്തുന്ന കുടുംബാധിപത്യം എന്ന ആരോപണം ഡൽഹിയിലും ഉയർത്താൻ കഴിയും. തന്നെയുമല്ല, അത്തരം ആരോപണങ്ങൾ വലിയ തോതിൽ ചർച്ച ചെയ്യുന്ന, അതൊക്കെ സ്വാധീനം ചെലുത്തുന്ന ഒരു മെട്രോപൊളിറ്റൻ ഒരു സംസ്ഥാന രീതി അല്ലെങ്കിൽ അത്തരം ഒരു വോട്ടുള്ള ഒരു സ്റ്റേറ്റാണ് ഡൽഹി. അതുകൊണ്ട് നഗര കേന്ദ്രീകൃതമായ അത്തരം ഒരു മണ്ഡലത്തിൽ ആ നിലയിലുള്ള മിഡിൽ ക്ലാസിനെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങളിലേക്ക് BJPക്ക് അവസരം കൊടുക്കാതിരിക്കുക എന്നതും വളരെ കൗശലമുള്ള ഒരു രാഷ്ട്രീയ തന്ത്രം തന്നെയാണ്. അതുകൊണ്ട് സുനിത കെജ്രിവാളിന്റെ പേര് ഉയർന്നു വന്നെങ്കിലും അരവിന്ദ് കെജ്രിവാൾ തന്നെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു എന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ അറിയുന്നത്. പിന്നീടുള്ളത് ഗോപാൽ റായി പോലെയുള്ള നേതാക്കൾ, സൗരവ് ഭരദ്വാജിനെ പോലെയുള്ള നേതാക്കൾ, കൈലാഷ് ഗെഹ്ലോട്ടിനെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ, അവരൊക്കെ ഉണ്ടെങ്കിലും അവരെക്കാട്ടിൽ ജനങ്ങളിലേക്ക് കൂടുതൽ ഇറങ്ങാൻ കഴിയുക ഒരു വനിതാ മുഖത്തിനായിരിക്കും എന്നൊരു വിലയിരുത്തൽ കൂടി കെജ്രിവാളിന്റെ രാഷ്ട്രീയം എന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ രാഷ്ട്രീയം അത്തരമൊരു സ്വഭാവം കാണിക്കുന്നതാണ്. അതുകൊണ്ട് ആ നിലയിൽ ഒരു നേതാവിനെ അല്ലെങ്കിൽ ആ നേതാവിനെ മുഖ്യമന്ത്രിയാക്കുന്നു. അതാണ് അരവിന്ദ് കെജ്രിവാൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ലക്ഷ്യം. അതിപ്പോൾ അടുത്ത ഫെബ്രുവരി വരെ പോകുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് ഒരു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നേക്കാം. ഇനിയിപ്പോൾ ഇത് നിയമസഭ പിരിച്ചുവിട്ട് അദ്ദേഹം നേരത്തെ തെരഞ്ഞെടുപ്പിനും പോയാൽ ഈ പറയുന്ന ജാർഖണ്ഡിലും മഹാരാഷ്ട്രയിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് കൂടെ വേണമെങ്കിൽ ഡൽഹിയിൽ നടക്കാൻ ഉറപ്പില്ല, അല്ലെങ്കിൽ ഫെബ്രുവരി എന്തായാലും തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തുണ്ട്. അപ്പോൾ അതുകൂടി ലക്ഷ്യം വെച്ചുള്ള ഒരു ചടുലമായ കൗശലമുള്ള രാഷ്ട്രീയം തന്നെയാണ് ഇപ്പോൾ അതിഷിയുടെ നിയമനത്തിലൂടെ കെജ്രിവാൾ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നഷ്ടപ്പെട്ട ജനപ്രീതി തിരിച്ചു പിടിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം തന്നെയാണ്, തർക്കമില്ലതിൽ. ശരി.